ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ആരോഗ്യവും ആയുസ്സുമുള്ള ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ 3 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാവില്ല, കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാവില്ല, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കിട്ടാതിരിക്കില്ല, കുഞ്ഞിൻ്റെ ഗ്രോത്ത് നിന്ന് പോവില്ല, നിങ്ങൾക്ക് ഓവറോൾ പ്രഗ്നൻസി നഷ്ടമാവില്ല, ഹെൽത്തി പ്രഗ്നൻസി ആയിട്ട് 9 മന്ത്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ. പ്രീവിയസ് മിസ്കാരേജ് ഹിസ്റ്ററീസ് ഉള്ളവർക്കും അതുപോലെ ന്യൂ ആയിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾക്കും ഈ 3 ടിപ്സ് കണ്ണും പൂട്ടി ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രഗ്നൻസി നമുക്ക് അവിടെ എംബ്രിയോ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അതിന് പുറകിലായിട്ട് 2 ഫാക്ടേഴ്സ് നോർമലായിട്ട് വരണം. 1 സ്ത്രീകളുടെ അണ്ടവും 2 പുരുഷൻ്റെ ബീജവും. ഇതിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരുന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ DNA ഫോർമേഷൻ പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കേഷൻസ് എടുത്തിട്ട് മാത്രമാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആയതെങ്കിൽ, അതോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് മറ്റേതെങ്കിലും PCOD ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് വേറെ എന്തെങ്കിലും ഉള്ള ആളുകളൊക്കെ പ്രഗ്നൻ്റ് ആകുമ്പോൾ അത് കൺട്രോൾ ചെയ്യാതെ പ്രഗ്നൻ്റ് ആകുമ്പോഴൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു മിസ്കാരേജ് ഹിസ്റ്ററീസ് ഉണ്ടാവാനായിട്ട് ചാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എംബ്രിയോ ഫോർമേഷൻ അവിടെ നടക്കണമെങ്കിൽ അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ഫോർമേഷൻ ടൈമിൽ തന്നെ നമ്മളിത് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങണം. ഒരു പെൺകുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് ഒരുപാട് അണ്ടങ്ങൾ ആ കുഞ്ഞിൻ്റെ ഓവറീസിൽ ഉണ്ടാകും. അതിനുശേഷം കുഞ്ഞൊരു പ്യൂബേർട്ടി സ്റ്റേജിൽ എത്തുമ്പോഴേക്കും ഈ അണ്ടം ഓരോന്നായിട്ട് വളരാനായിട്ട് തുടങ്ങും. വളർന്ന് അതൊരു ഫോമിലെത്തിയതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരു പ്യൂബേർട്ടിയുടെ ഓരോ മാസവും പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതൽ അണ്ടം വളരാനായിട്ട് തുടങ്ങും. മൂപ്പത്തും നാച്ചുറലി പൊട്ടും. അത് പ്രഗ്നൻസി ആയില്ലെങ്കിൽ അത് നഷ്ടമായി പോകും. ഇങ്ങനൊരു പ്രോസസ്സാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ക്വാളിറ്റി ഉള്ള അണ്ടം പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ടായിരിക്കണം. അതുപോലെ തന്നെ പുരുഷന്റെ സെമനും ഓരോ തവണയും അത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇജാക്കുലേഷൻ സംഭവിക്കുന്നു, പിന്നെ അത് റീഫില്ല് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ഉള്ള സെമൻ പ്രൊഡ്യൂസ് ആകണമെങ്കിൽ നമ്മൾ ക്വാളിറ്റിയോട് കൂടി തന്നെ കാര്യങ്ങൾ അവിടെ ചെയ്തു തുടങ്ങണം. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും ആദ്യം നമ്മുടെ ഫുഡിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ 5 പേര് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ട്ണറിന് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടെന്നാണ് ഡോക്ടേഴ്സ് വരെ സൂചിപ്പിക്കുന്നത്. പണ്ട് ഉണ്ടാകാതിരുന്നതും ഇന്നത് ഉണ്ടാകുന്നതിനുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫുഡിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ്. നമ്മളിപ്പോൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ, ഞാൻ പുറത്തുനിന്ന് ഒന്നും കഴിക്കുന്നില്ല, പക്ഷേ എന്നിട്ട് കൂടി എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു, ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിലും നമ്മൾ വീടിനകത്ത് പ്രിപ്പയർ ചെയ്യുന്ന പല വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും ചിലപ്പോൾ അതിലും കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട്, പെസ്റ്റിസൈഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കും. അത് പ്രതീക്ഷിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാതെ ഇരിക്കാനായിട്ടും സാധിക്കില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ഭക്ഷണം എടുക്കുന്നു അത് പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. വെജിറ്റബിൾസ് ഒക്കെ ധാരാളം കഴിക്കണമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് അതെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഏകദേശം കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നിന്നുള്ള ഒരുപാട് പെസ്റ്റിസൈഡ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കുറേയും കൂടി ഒന്ന് കെമിക്കൽസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും നിങ്ങൾ ആ തരത്തിൽ മാത്രം ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. പയറുവർഗ്ഗങ്ങളിൽ ഒരുപാട് വിറ്റമിൻസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ അണ്ടത്തിൻ്റെ ആ കൃത്യമായിട്ട് അതിൻ്റെ വേരിലോട്ട് ഇറങ്ങി അതിന് ന്യൂട്രീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അങ്ങനെ ഗ്രോ ആകുന്ന ഒരു അണ്ടത്തിന് ഒരിക്കലും ഒരു ക്രോമോസോമൽ അബ്നോർമാലിറ്റീസോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പ്രഗ്നൻസി കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള സംശയമാണ് PCOD ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച്. പാല് കുടിക്കാമോ എന്നുള്ള കാര്യം. നിങ്ങൾ ഒരു ഗ്ലാസ് പാൽ ഒരു ദിവസം കുടിക്കുന്നു എന്ന് വെച്ചിട്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഒരു ഗ്ലാസ് പാല് ദിവസേന നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുട്ടയും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുട്ട കഴിക്കുന്നത് സിങ്ക് അതുപോലെ വിറ്റമിൻ D ഒക്കെ നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ആ അണ്ടം പ്രോപ്പറായിട്ട് ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടും ഇതൊക്കെ സഹായിക്കും. അതുപോലെ പട്ട നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്, കറുവപ്പട്ട ഉൾപ്പെടുത്തുന്നത്, അതുപോലെ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നതൊക്കെ അണ്ടത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നവയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട
ശ്രദ്ധിക്കേണ്ടതാണ് പുരുഷൻ്റെ സെമൻ്റെ കാര്യം. നമ്മൾ പുറത്ത് ജോലിക്ക് പോകുന്ന പുരുഷന്മാർ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുകയും ചിലപ്പോൾ ഹീറ്റിൽ നിന്നിട്ട് ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. ട്രാവൽ ചെയ്യേണ്ടവർക്ക് അതുപോലെ ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ചൂടാണല്ലോ, അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് ആ സെമന് ആ പ്രൈവറ്റ് പാർട്ടിലും വെയിലടിക്കാനായിട്ടും ചൂടാവാനായിട്ടും ചാൻസസ് ഉണ്ട്. ഇങ്ങനെ വരുന്ന സമയത്തും ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ധരിക്കുന്ന സമയത്തും ചിലപ്പോൾ സെമൻ്റെ ആ ഒരു ക്വാളിറ്റി കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ ആ കാര്യം കൂടി പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് വിറ്റമിൻസ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൽക്കഹോൾ കൺസംഷനോ ഡ്രിങ്കിങ് ഹാബിറ്റോ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്ത്രീകൾ അമിതമായിട്ട് ബിയർ കുടിക്കുന്നതാണെങ്കിലും അത് അണ്ടത്തിൻ്റെ വളർച്ചയും അഫക്റ്റ് ചെയ്യും. കാരണം അതും ഒരു ഡ്രിങ്കിങ് ഹാബിറ്റ് ആണല്ലോ. ദെൻ എഗെയിൻ നിങ്ങളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബോഡിയാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് അതിനോട് എല്ലാത്തിനോടും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോ പറയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് പേരോട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഈ ഫെർട്ടിലിറ്റി ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും പലരും പറയാറുണ്ട്, ചേച്ചി ഇത് പറഞ്ഞ കാര്യം തന്നെയല്ലേ, ഞാനൊരു ഡോക്ടറല്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു ഡോക്ടറുടെ വീഡിയോ കേട്ടതാണ്. ഫെർട്ടിലിറ്റി ടിപ്സ് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് പഴയ വീഞ്ഞെടുത്ത് പുതിയ കുപ്പിയിലോട്ട് നമ്മൾ ഒഴിക്കുന്നത് പോലെയാണ്. കാരണം പറയുന്ന ടോപ്പിക്സ് എല്ലാം ഒരേപോലത്തെ തന്നെയായിരിക്കും. അത് നമ്മൾ എത്രത്തോളം ഫോളോ ചെയ്യുന്നോ അത്രത്തോളമാണ് നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് ചാൻസസ് അവിടെ വർദ്ധിക്കുകയുള്ളൂ. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ വെറുതെ കിടന്നുകൊണ്ടിരുന്ന് ഫോണിൽ ഈ ഒരു വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നതും ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്തിട്ട് വീഡിയോ കേൾക്കുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഈ ചാനലിലൂടെ സാധിച്ചു. അതുപോലെ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കേൾക്കുന്നത് ഒന്ന് ചമ്രം പടിഞ്ഞ് നിരത്തിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളത് കേട്ടോ ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാക്കിംഗ് ചെയ്യുന്ന സമയത്ത് 8 വാക്കിംഗ് ചെയ്തിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ആക്റ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. ആക്റ്റീവ് ആയാൽ മാത്രമേ നമുക്കവിടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയുള്ളൂ. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ചാൽ മാത്രമേ നമുക്കവിടെ ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ. ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ കുഞ്ഞിലോട്ട് പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കുന്നത് ഏത് ഭക്ഷണമാണോ അതിൻ്റെ ഗുണം കുഞ്ഞിലോട്ട് എത്തണം. കുഞ്ഞിൻ്റെ അമ്മയിലോട്ടും പ്രോപ്പറായിട്ട് ഓരോ അവയവങ്ങളിലോട്ടും എത്തണം. കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടാണ് പല ആളുകൾക്കും മിസ്കാരേജ് ഉണ്ടാകുന്നത്. എൻ്റെ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററൊക്കെ ആയ സമയത്ത് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നുണ്ട്, ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് C-സെക്ഷൻ ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടറിനോട് പറഞ്ഞതാണ്. ഏകദേശം നമ്മൾ ആ ഒരു പറഞ്ഞത് ഒരു 30 വീക്സ് ഒക്കെ ആയപ്പോഴായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ഓൾറെഡി IUGR കേസും അതുപോലെ പ്രിമച്ചുറായിട്ട് ഡെലിവറി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞൊരു കേസായിരുന്നു. ആ സമയത്ത് എന്നോട് സ്കാനിങ് ചെയ്ത് ഡോക്ടറായിരുന്നു പറഞ്ഞത് ഫിസിക്കലി ആക്റ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കുക, അതുപോലെ മുട്ടയും പാലും നട്ട്സും ഒക്കെ കഴിക്കാനായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ കഴിക്കുകയും ചെയ്തു. റിസൾട്ട് കിട്ടിയപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ C-സെക്ഷൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഫുഡ് കഴിച്ചത് കൊണ്ടും ഫിസിക്കലി ആക്റ്റീവ് ആയതുകൊണ്ടും ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഓവർകം ചെയ്തില്ലേ, അതുപോലെ നിങ്ങൾക്കും ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് നമുക്ക് ദേഹമൊന്നും അനങ്ങണ്ടാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ ഒരുപാട് നേരം നമ്മൾ ടയേർഡ് ആവുന്ന തരത്തിലുള്ളവയൊന്നും ഒന്നുമല്ല ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത്. ബട്ടർഫ്ലൈ എക്സസൈസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, ഏത് സമയത്ത് വേണമെങ്കിലും. ഇൻ കേസ് TV കാണുന്ന സമയത്ത് വരെ നിങ്ങൾക്ക് നിലത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രിമച്ചുർ ബേബീസ് ഉണ്ടാകുന്നതും അതുപോലെ മിസ്കാരേജ് ഉണ്ടാകുന്നതുമായിട്ടുള്ള ചാൻസസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞല്ലോ, ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആകുന്നുണ്ടെങ്കിൽ നിമിഷം തന്നെ നിങ്ങൾ ആ ടെൻഷൻ ആവുന്നത് കുറയ്ക്കുക കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആകാതിരിക്കുക. ഓവറായിട്ട് സ്ട്രെസ് ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകും. ഇത് വന്നു കഴിഞ്ഞാൽ സ്ട്രെസ് ആകുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡ് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അവർക്ക് ശരീരത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകും. അപ്പോൾ ഈ അസ്വസ്ഥതകളെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട റീപ്രൊഡക്റ്റീവിൻ്റെ പാർട്ടിനെ സെക്കൻഡറി ആക്കുകയും ബോഡിയെ നോർമലൈസ് ചെയ്യുക എന്നുള്ളത് പ്രൈമറി ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിക്കൊക്കെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യുക. പാട്ട് കേൾക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക, വായിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക, വീഡിയോസ് കാണുക, അങ്ങനെ എങ്ങനെ നിങ്ങൾ ആക്റ്റീവ്
ആക്റ്റീവ് ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. ടെൻഷൻ വരുമ്പോൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഔട്ടാവുക. അതുപോലെ ടെൻഷൻ നിങ്ങൾക്ക് തരുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ഇൻലോസ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം പാരൻസ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും, നെയ്ബേഴ്സ് ആയിരിക്കും. അവരിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ടെൻഷൻ നമുക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മുടെ ചാൻസ് കുറയും. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് നേരിടുന്നത് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 3 കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആരോഗ്യവും ആയുസ്സും ഒക്കെയുള്ള നല്ല കുഞ്ഞുങ്ങളെ, ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ഈ മാസം 3-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ 1-ാം തീയതിയെ ഡേ 1 ആയിട്ട് എടുത്തിട്ട് 3-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കൃത്യമായിട്ട് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിനെയാണ് ഡേ 1 ആയിട്ട് എടുക്കേണ്ടത്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് വരികയോ ബ്രൗൺ ഡിസ്ചാർജ് ഉണ്ടാവുകയോ ചെയ്ത ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.